മെത്രാൻമാർ കളവെഴുതി വിട്ടാൽ സർക്കാർ ഭയക്കുമോ? പോലീസ് മർദ്ദനത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുമോ? ഇത്തരം പ്രവർത്തികൾ കൊണ്ട് മെത്രാൻമാർ പൊതുജന മധ്യേ അപഹാസ്യതർ ആവുകയല്ലേയുള്ളൂ. യാക്കോബായ വിഭാഗം മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് മെത്രാപോലിത്തയോട് പറയാനുള്ളത്, ഒരു മെത്രാൻ ഇതുപോലുള്ള കളവുകൾ എഴുതി വിടരുത് എന്നതാണ്. അതാ കുപ്പായത്തിന്റെ മാന്യത കളയും. കോടതിയിൽ നിന്നുള്ള അനുകൂല വിധികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റവന്യൂ അധികാരികളെയും പോലീസിനെയും അത് ബോധ്യപ്പെടുത്തി എത്രയും വേഗം പള്ളി കൈവശമാക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോയി എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ നിന്നും ഉത്തരവുമായി വന്ന് പള്ളി പിടിച്ചെടുക്കണം. അതിനു പകരം എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ശവവുമായി വന്ന് സമരം ചെയ്ത് നേടിയെടുത്ത സെമിത്തേരി നിയമങ്ങളെ കാറ്റിൽ പറത്തി കറുത്ത കുപ്പായമിട്ട വൈദികർ സഹിതം പള്ളിയിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചാൽ പോലീസ് തടയില്ലേ? അങ്ങനെ തടയാൻ ശ്രമിക്കുന്ന പോലീസിനെ വൈദികർ ഉൾപ്പെടുന്ന ഒരു ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്താൽ പോലീസ് എന്താ നിങ്ങളെ പിടിച്ച് ഉമ്മ തരുമെന്ന് കരുതിയോ? യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് വിഭാഗം വലിയ സംഘം ആളുകളുമായി വന്ന് വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് പള്ളി കൈവശപ്പെടുത്തിയോ? ഓർത്തഡോക്സ് പക്ഷം അനുകൂല വിധിയും സമ്പാദിച്ച് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ വന്നപ്പോൾ താക്കോൽ കൈമാറാൻ വരുമെന്ന് പോലീസിന് വാക്ക് കൊടുത്തിരുന്ന യാക്കോബായ ട്രസ്റ്റി താക്കോലുമായി ഒളിച്ചോടിയത് കൊണ്ട് പോലീസ് നിർദ്ദേശം അനുസരിച്ചല്ലേ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്നത്? അത് നിയമരഹിതമായ നടപടിയെങ്കിൽ എന്തേ നിങ്ങൾ ഇതുവരെ കോടതിയെയോ പോലീസിനെയോ സമീപിച്ചില്ല? യഥാർത്ഥത്തിൽ യാക്കോബായ വൈദിക ട്രസ്റ്റി കട്ടച്ചിറ റോയ് അച്ഛനും ഈ കട്ടച്ചിറ പള്ളി ഇടവകാംഗങ്ങളും 1934 ഭരണഘടന അംഗീകരിക്കുന്നതായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകി പൊതുയോഗം നടത്തിയവരാണ്. അപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് നിയമിക്കപ്പെട്ട വികാരിക്കല്ലേ ആ പള്ളിയുടെ ഭരണ ചുമതല? അവിടെ ഈ റോയ് കത്തനാർക്ക് എന്താണ് കാര്യം? അപ്പോൾ ഇവിടെ നിയമരഹിതമായി പ്രവർത്തികൾ ചെയ്തത് ആരാണ്? അതിന് പോലീസ് മർദ്ദിച്ചെങ്കിൽ അതിന് പോലീസിനെ കുറ്റം പറയാൻ പറ്റുമോ? എന്തായാലും പ്രത്യക്ഷത്തിൽ ഓർത്തഡോക്സ് വിഭാഗം നിങ്ങളെ തടയാൻ ഇല്ലായിരുന്നുവെന്ന് താങ്കൾ സമ്മതിച്ചത് മാത്രമാണ് ഈ പ്രസ്താവനയിൽ കണ്ട ഒരേയൊരു സത്യം. അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്നലെ വരെ യാക്കോബായക്കാരുടെ സൈബർ പോരാളികൾ ഓർത്തഡോക്സുകാരെ ആക്ഷേപിച്ചിരുന്നതും കുറ്റപ്പെടുത്തിയിരുന്നതും. കട്ടച്ചിറയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മർദ്ദിച്ചത് മനുഷ്യാവകാശ ധ്വംസനം. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ മതിലായി മുമ്പിൽ നിർത്തിയുള്ള അഭ്യാസം നിങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ? അപ്പോൾ പോലീസ് അടി തുടങ്ങിയാൽ അവർക്കായിരിക്കും ആദ്യം അടി കിട്ടുക എന്നത് എന്തേ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയില്ല? ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും മാനിക്കാതിരുന്നത് പോലീസോ നിങ്ങളോ? മൃതദേഹത്തെ അനുധാവനം ചെയ്ത ഇടവകാംഗവും ബന്ധുവുമായ വൈദികനെ പോലീസ് വസ്ത്രത്തിൽ വലിച്ചു പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഘർഷം ഉടലെടുത്തത്. ഈ വൈദികർ ബന്ധുവാണെന്ന് പോലീസ് എങ്ങനെ അറിയും? പോലീസിനെ നിങ്ങൾ മുൻകൂട്ടി ബോധ്യപ്പെടുത്തിയിരുന്നു. ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന രീതിയിൽ മാർച്ച് 24-നുണ്ടായ ഹൈക്കോടതി വിധിയുടെ മറവിൽ സെമിത്തേരി നിയമത്തെ അവഗണിച്ച് ബന്ധുവെന്ന പേരും പറഞ്ഞ് എല്ലാ വൈദികരും ഒരുമിച്ച് പ്രവേശിക്കാൻ ശ്രമിച്ചതല്ലേ പ്രശ്നങ്ങൾക്കു കാരണം? ഇടവകാംഗങ്ങളെ തടയാനോ ഇടവകാംഗങ്ങളുടെ സംസ്കാരം തടസ്സപ്പെടുത്താനോ ബന്ധുവായ വൈദികർക്ക് പ്രവേശിക്കുവാനോ നിയമപരമായ തടസ്സമൊന്നും ഇല്ലാതിരിക്കെ സെമിത്തേരി ബില്ലിലെ 3ാമത്തെ ക്ലോസിന്റെ നഗ്നമായ ലംഘനമാണ് കട്ടച്ചിറയിൽ നടന്നത്. ഇവരൊക്കെ ഇടവകാംഗങ്ങളാണെന്നതിന് നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ്സ് ഇവർക്ക് നൽകിയിരുന്നു. ഇവർ ഇടവകാംഗങ്ങളാണെന്ന് സ്ഥിരീകരിക്കേണ്ടത് 1934 ഭരണഘടന അനുസരിച്ച് നിയമിക്കപ്പെട്ട വികാരിയല്ലേ? അതല്ലേ കോടതി വിധി പറയുന്നതും സെമിത്തേരി നിയമത്തിന്റെ അന്തസത്തയും. അതിന് നിങ്ങൾ നിയമാനുസൃത വികാരിയെ സമീപിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ ഓർത്തഡോക്സ് വിഭാഗം തടയുവാനില്ലായിരുന്നുവെങ്കിലും അവരുടെ പിൻബലത്തോടു കൂടി പോലീസ് തടയുകയും നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ട് മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾ ഇറക്കി പൊതുസമൂഹത്തെ ദുഷിപ്പിക്കുന്ന നിലപാടാണ് ഓർത്തഡോക്സ് വിഭാഗം സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് ശുദ്ധ ബോഷത്തരമല്ലേ? പോലീസിനേക്കാൾ കൂടുതൽ വലിയ ബലം പിൻബലമായി ഓർത്തഡോക്സ് വിഭാഗം എങ്ങനെ കൊടുക്കും? ഓർത്തഡോക്സ് വിഭാഗം തടയുവാനില്ലായിരുന്നുവെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയക്കാർ എന്താണ് ഇന്നലെ വരെ എഴുതിവിട്ടത്? അതിനെ ക്രിയാത്മകമായി ചെറുക്കുക മാത്രമല്ലേ ഓർത്തഡോക്സ് വിഭാഗം ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ സൈബർ പോരാളികൾ അനാവശ്യങ്ങൾ എഴുതിവിട്ടാൽ ഓർത്തഡോക്സ് വിഭാഗം കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ പറയുന്നത്? പോലീസ് എടുത്ത കേസിൽ പ്രതിപട്ടികയിൽ 1ാം നമ്പറായി പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ എന്നതാണ്. ഈ ഗുണ്ടപ്പടയുടെ നേതാവ് ആരെന്നറിയണ്ടേ?
യാക്കോബായ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ എന്ന വ്യക്തിയാണ് അദ്ദേഹം. 1934 അംഗീകരിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ഈ വ്യക്തിയാണ് ഇതൊന്നും നാട്ടുകാരെ അറിയിക്കാതെ യാക്കോബായക്കാരന്റെ സംരക്ഷകന്റെ വേഷം അണിഞ്ഞിരിക്കുന്നത്.